കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം വെളിവാക്കുന്ന യു.ഡി.എഫ് മുന്നേറ്റമാണ് പുറത്തുവരുന്ന സർവേകൾ മുഴുവനും വെളിവാക്കുന്നത്. ഇപ്പോഴിതാ മനോരമ ന്യൂസ് സി വോട്ടർ സർവേ ഫലം പുറത്തുവരുന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മൂന്നാം എൽ.ഡി.എഫ് സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരെക്കാൾ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സംസ്ഥാനത്ത് കൂടുതലെന്ന് സർവേ ഫലം വ്യക്തമാക്കുകയാണ്. സർവേയിൽ പങ്കെടുത്ത 53.7% പേരും നിലവിലെ സർക്കാർ മാറണമെന്ന അഭിപ്രായക്കാരാണ്. അതേസമയം 40.3% പേർ ഭരണ തുടർച്ചയെ പിന്തുണയ്ക്കുന്നു. 6.1% പേർ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യനായ നേതാവ് ആരെന്ന ചോദ്യത്തിന് പിണറായി വിജയനേക്കാൾ പിന്തുണ ലഭിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. 24.1% പേർ സതീശനെ പിന്തുണച്ചപ്പോൾ പിണറായി വിജയന് 22.4% പേരുടെ പിന്തുണയെ നേടാൻ ആയുള്ളൂ. കോൺഗ്രസ് നേതാവ് ശശി തരൂർ 11.3% ലഭിച്ചത്. സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തൊഴിലില്ലായ്മയാണെന്ന് 27.6% പേർ സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നു. തൊട്ടു പിന്നാലെ അഴിമതി 25.4%, വിലക്കയറ്റം 23.5% പേർ എന്നിവയും ജനങ്ങളെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നങ്ങളായി ഉയർന്നു വന്നിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് 42.7% പേർ വിശ്വസിക്കുന്നു. കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് എതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമാകുമെന്ന് 41.9% പേരും അഭിപ്രായപ്പെട്ടു. സർക്കാരിനെതിരെയുള്ള ശക്തമായ വികാരം നിലനിൽക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സർവേ ഫലങ്ങൾ എല്ലാം. മലബാറിന് പിന്നാലെ മധ്യകേരളത്തിലെ 5 ജില്ലകളിൽ UDF തിരിച്ചു വരുമെന്ന് മനോരമ ന്യൂസ് സി വോട്ടർ അഭിപ്രായ സർവേ പ്രവചിക്കുന്നുണ്ട്. 14 ജില്ലകളിലെ അഭിപ്രായ വോട്ടെടുപ്പ് ഫലമാണ് ഇതുവരെ പുറത്തു വന്നത്. രാഷ്ട്രീയ ആധിപത്യം ആർക്കെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സർവേ ഫലങ്ങൾ എല്ലാം തന്നെ. വടക്കൻ കേരളത്തിൽ UDF-ന് 48-ൽ 25 മുതൽ 34 സീറ്റ് വരെ ലഭിച്ചേക്കാം. LDF-ന് 14 മുതൽ 23 സീറ്റ് വരെയും. 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് LDF-ന് 4 മുതൽ 13 സീറ്റ് വരെ നഷ്ടമായേക്കും. മധ്യകേരളത്തിൽ പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ 53 സീറ്റുകളിൽ UDF-ന് 29 മുതൽ 33 വരെ സീറ്റുകൾ ലഭിച്ചേക്കാം. 20 മുതൽ 24 വരെ സീറ്റാണ് LDF-ന് പ്രവചിക്കുന്നത്. LDF-ന് 12 മുതൽ 16 വരെ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. UDF-ന് 12 മുതൽ 21 സീറ്റ് വരെ നേട്ടമുണ്ടായേക്കാമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. NDA-ക്ക് പരമാവധി ഒറ്റ സീറ്റാണ് സർവേ പ്രവചിക്കുന്നത്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും 101 സീറ്റുകളിൽ UDF-ന് 57 മുതൽ 65 സീറ്റ് വരെ ലഭിച്ചേക്കാം. LDF-ന്റെ സാധ്യത 36 മുതൽ 44 വരെ സീറ്റാണ്. NDA-ക്ക് ഇവിടങ്ങളിൽ ഉറച്ച മണ്ഡലങ്ങളിലില്ലെങ്കിലും 2 സീറ്റ് സർവേ പ്രവചിക്കുന്നുണ്ട്. ഇടതുമുന്നണിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് 20-24 വരെ സീറ്റുകളാണ്. UDF-ന് 2021 അപേക്ഷിച്ച് 20-28 സീറ്റ് അധികം ഇവിടെ ലഭിച്ചേക്കാം. കാസർഗോഡ് വന്നാൽ LDF-ന് മേൽക്കൈ 2-4 സീറ്റ് വരെ ആണ്. UDF-ന് 1-3 സീറ്റുകൾ ലഭിച്ചേക്കാം. NDA-ക്ക് 0 മുതൽ 1 സീറ്റ് വരെ. UDF 39% വോട്ട് വിഹിതം നേടാമെന്നാണ് കണക്കുകൂട്ടൽ. കണ്ണൂരിലേക്ക് വന്നാൽ ഇടതുമുന്നണി ആധിപത്യം തുടരുമെന്നാണ് അറിയുന്നത്. 6-8 സീറ്റ് വരെ അവർ ഇവിടെ നേടിയേക്കാം. വയനാട്ടിലേക്ക് വന്നാൽ UDF-ന് മേൽക്കൈ സീറ്റിൽ 2-3 സീറ്റ് വരെ നേടാമെന്നാണ് കണക്കുകൂട്ടൽ. കോഴിക്കോടേക്ക് വന്നാലോ ഇടതുമുന്നണിക്ക് നേരിയ മുൻതൂക്കം ഉണ്ട് താനും. 6-8 സീറ്റ് വരെ അവർ അവിടെ നേടും. UDF-ന് 5-7 സീറ്റ് വരെ സാധ്യത കാണുന്നുണ്ട്. വോട്ട് വിഹിതത്തിൽ UDF 40% വരെ ലഭിച്ചേക്കാം. മലപ്പുറത്തേക്ക് വന്നാൽ 0-2 സീറ്റ് വരെയാണ് LDF-ന് ലഭിക്കുന്നത്. എന്നാൽ മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ UDF ജില്ല തൂത്തുവാരാനും സാധ്യതയുണ്ട്. 14-16 സീറ്റ് വരെയാണ് ഇവിടെ പ്രവചിക്കുന്നത്. 49% വരെ വോട്ട് വിഹിതം ഇവിടെ UDF നേടാം. പാലക്കാട് ജില്ലയിൽ ഇക്കുറിയും LDF-നാണ് വ്യക്തമായ മുൻതൂക്കം കാണിക്കുന്നതെങ്കിലും 12 മണ്ഡലങ്ങളിൽ 8-10 സീറ്റ് അവർ നേടിയേക്കും. UDF-ന് 2-4 സീറ്റ് ലഭിച്ചേക്കാമെന്നാണ് കണക്കുകൂട്ടൽ. NDA-ക്ക് വിജയസാധ്യത ഇവിടെ ഇല്ല. തൃശൂരിൽ 13 മണ്ഡലങ്ങളിൽ 9-11 സീറ്റ് LDF നേടിയേക്കുമെന്നാണ് കണക്കുകൂട്ടൽ. UDF-ന് 2-4, NDA-ക്ക് 1 എന്നതാണ് കണക്കുകൂട്ടൽ. എറണാകുളം 14 മണ്ഡലങ്ങളിലുള്ള ജില്ലയിൽ 12-14 സീറ്റ് UDF-ന് ലഭിച്ചേക്കാം. LDF-ന് 2 സീറ്റ് വരെയാണ് കണക്കാക്കുന്നത്. NDA-ക്ക് ഇവിടെയും സാധ്യതയില്ല. ഇടുക്കിയിലേക്ക് വന്നാലോ 5 സീറ്റിൽ 2-5 UDF നേടിയേക്കാം. ഇടതുമുന്നണിക്ക് പരമാവധി 2 സീറ്റ് മാത്രം. ഇടുക്കിയിലും NDA-ക്ക് വിജയസാധ്യത കാണാനില്ല. കോട്ടയത്തേക്ക് വന്നാൽ 9 സീറ്റുള്ള കോട്ടയത്തെ UDF 7-9 സീറ്റ് നേടിയേക്കും. LDF-ന് 2 വരെ സീറ്റാണ് പ്രവചിക്കുന്നത്.
NDAയ്ക്ക് ഇവിടെയും സീറ്റ് പ്രവചിക്കുന്നില്ല. തെക്കൻ കേരളത്തിലും UDF മുന്നേറ്റം എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2 തവണ ഭരിച്ച ഇടതുമുന്നണിക്ക് ഇക്കുറി മേധാവിത്വം നഷ്ടമാവുമെന്നാണ് തെക്കൻ ജില്ലകളിൽ കൂടി സീറ്റ് നില പ്രവചിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത്തവണ 69 മുതൽ 81 വരെ സീറ്റുകൾ UDF നേടിയേക്കുമെന്നാണ് മനോരമ സി വോട്ടർ സർവേ പ്രവചിക്കുന്നത്. 57 മുതൽ 69 വരെ സീറ്റ് ഇടതുമുന്നണിക്ക് ലഭിക്കാമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ 1 മുതൽ 5 സീറ്റ് വരെയാണ് NDAയ്ക്ക് ഇവിടെ പ്രവചിക്കുന്നത്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി 90,000-ഓളം സാമ്പിളുകൾ ഉപയോഗിച്ചാണ് ഈ സർവേ പൂർത്തിയാക്കിയിരിക്കുന്നത്. തെക്കൻ ജില്ലകളിൽ കൊല്ലവും തിരുവനന്തപുരവും ഒഴികെ മറ്റൊരിടത്തും LDFന് ശോഭിക്കാൻ കഴിയില്ലെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. ആലപ്പുഴയിലും ഭേദപ്പെട്ട പ്രകടനം LDF നടത്തും. മേൽപ്പറഞ്ഞ 2 ജില്ലകളിലാവട്ടെ കഴിഞ്ഞ തവണത്തെ പ്രകടനത്തിന്റെ നിഴൽ മാത്രമായിരിക്കും ഇക്കുറിയെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ 2 ജില്ലകളിലെയും സമ്പൂർണ്ണ ആധിപത്യമാണ് കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് ഭരണത്തിലേറാൻ സഹായിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ 8 മുതൽ 10 സീറ്റ് വരെ ഇടതുമുന്നണിക്ക് സ്വന്തമാക്കും. എന്നാൽ ഇവിടെ UDFന് 2 മുതൽ 4 സീറ്റ് വരെയാണ് നേടാൻ സാധിക്കുക എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. NDAയ്ക്ക് 1 മുതൽ 3 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. പക്ഷേ അത് സാധ്യമാകുമോ എന്ന സംശയവും നിഴലിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ വന്നാൽ LDFന് ആധിപത്യമെന്നാണ് സർവേ പറയുന്നത്. LDFന് 6 മുതൽ 8 വരെയും UDFന് 1 മുതൽ 3 വരെയും സീറ്റുകളാണ് ഇവിടെ മനോരമ പ്രവചിക്കുന്നത്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ 5 സീറ്റുകൾ നേടിയ ഇടതിന് ഇക്കുറി കാലിടറുമെന്നാണ് സർവേ പറയുന്നത്. NDA ഇക്കുറിയും ഇവിടെ 0 കൊല്ലം ജില്ലയിൽ ഇക്കുറി ഇടത് തരംഗം ഉണ്ടാവില്ലെന്ന പ്രവചനമാണ് സർവേ നടത്തുന്നത്. എന്നാൽ UDF മെച്ചപ്പെട്ട പ്രകടനം ഇത്തവണ കൊല്ലത്ത് തെളിയും. ജില്ലയിൽ ഇടതുമുന്നണിക്ക് 5 മുതൽ 7 സീറ്റ് വരെയും UDFന് 4 മുതൽ 6 സീറ്റ് വരെയുമാണ് സർവേ പ്രവചിക്കുന്നത്. ഇത്തരണത്തിൽ സർവേ ഫലങ്ങളെല്ലാം തന്നെ UDFന് മേൽക്കൈ പറയുമ്പോൾ കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയെയാണ് എടുത്തുകാട്ടുന്നത്. 10 വർഷം ഭരണത്തിലിരിക്കുകയും ഏറ്റവും ജനദ്രോഹ ഭരണം കാഴ്ചവെക്കുകയും ചെയ്ത LDFന്റെ പതനം ഈ തെരഞ്ഞെടുപ്പിൽ ഉരുത്തിരിയുമെന്നതാണ് വ്യക്തമായത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന CPM-BJP ഡീൽ ചർച്ചയാവുന്നതിനിടയിൽ FCRA ബിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങിയത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ക്രൈസ്തവ സഭകളുടെ ശക്തമായ എതിർപ്പും പരിഗണിക്കാതെയാണ്. എന്നാൽ കോൺഗ്രസിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ബിൽ അവതരണം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. പാർലമെന്റിൽ വൻ എതിർപ്പ് ഉയർന്നപ്പോഴും കേരളത്തിലെ സർക്കാരോ CPM നേതാക്കളോ ബില്ലിനെക്കുറിച്ച് ഒരു അക്ഷരം ഉരിയാടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഈ ബില്ല് അവതരിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയത് ഗൂഢതന്ത്രമാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ കാലത്ത് MP-മാർ അതാത് സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിലായിരിക്കുമ്പോൾ തിടുക്കപ്പെട്ട് പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കാൻ തുനിഞ്ഞത് കടുത്ത പ്രതിഷേധത്തിന് വഴിവെച്ചു. തുടർന്നാണ് സർക്കാർ ഇതിൽ നിന്നും പിൻവലിഞ്ഞത്. കേന്ദ്രത്തിൽ BJPയും കേരളത്തിൽ CPM-ഉം നടപ്പിലാക്കുന്ന നയങ്ങളെ ഇരു പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണയ്ക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇരുവരും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളായി നിലനിൽക്കുമ്പോൾ ശക്തമായ ജനവികാരം തെളിയുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്കെതിരെ ഹൈക്കോടതിയുടെ ഇടപെടലും ഇന്നുണ്ടായിരിക്കുന്നു. ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്ന ഹർജി നിലനിൽക്കും എന്നാണ് കോടതി ഇന്ന് പറഞ്ഞത്. തനിക്കെതിരായ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളണമെന്ന സുരേഷ് ഗോപിയുടെ ഇടക്കാല ആവശ്യമാണ് ഹൈക്കോടതി ഇന്ന് തള്ളിയത്. ഇതോടെ സുരേഷ് ഗോപി വിചാരണ നേരിടണം എന്ന അവസ്ഥയിലെത്തിക്കഴിഞ്ഞു. LDF-BJP ചേർന്ന് നടത്തിയ കള്ളക്കളികളുടെ യഥാർത്ഥ പുറംപൂച്ച് പുറത്തുവരാൻ ഇനി അധികം നാളില്ല എന്നതാണ് വ്യക്തമാവുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.